ഹായ്, ഞാൻ അനു. ഇന്നുവരെ വോട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഒരു വോട്ടർ ലിസ്റ്റിലും എൻ്റെ പേരും വന്നിട്ടില്ല. പണ്ടൊക്കെ ചിലർ എന്നോട് ചോദിക്കുമായിരുന്നു ഏതു പാർട്ടിക്കാരിയാണെന്ന്, അല്ലെങ്കിൽ ഏത് പാർട്ടിയിലാണ് നിനക്ക് അംഗത്വം ഉള്ളത് എന്ന്. അന്നൊക്കെ വളരെ അഹങ്കാരത്തോടു കൂടി ഞാൻ പറയാമായിരുന്നു, എല്ലാ പാർട്ടിക്കാരും ഒന്നല്ലേ, എല്ലാവരും ഒന്നൊക്കെ തന്നെയല്ലേ, എല്ലാം ഒരുപോലെയല്ലേ, അതുകൊണ്ട് ഒരു പാർട്ടിയിലും ഞാൻ അംഗക്കാരിയല്ല, ഒരു പാർട്ടിക്ക് വേണ്ടിയും വോട്ട് ചെയ്യില്ല എന്ന്. പക്ഷേ നാളുകൾക്കിപ്പുറം ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് എന്നെ പഠിപ്പിച്ചു കാലങ്ങൾ. ഇന്ന് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റാണ്. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. എല്ലാ പാർട്ടികളെ കുറിച്ചും പഠിച്ച് ഏത് പാർട്ടിയുടെ ഐഡിയോളജിയാണോ കറക്റ്റ് എന്ന് എനിക്ക് മനസ്സിലായ എൻ്റെ പാർട്ടി, അതാണ് കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി എന്തുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ പറയാം. ഞാൻ കേരളത്തിന് വെളിയിൽ വർക്ക് ചെയ്ത ആളാണ്. തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര എന്നിങ്ങനെ 5-6 സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ വില അറിഞ്ഞ ആളാണ്. കമ്മ്യൂണിസ്റ്റ് ഭരിക്കാത്ത നാടുകളിൽ പഠിപ്പിച്ച് ഒരു ടീച്ചറായി ജോലി ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ് ആ നഗരത്തിലെ പ്രശ്നങ്ങൾ. ഒരു ടീച്ചറായി ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ പ്രശ്നം നമ്മുടെ കേരളത്തിൽ അനുഭവിച്ചിട്ടില്ല. അതിന് കാരണം കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്നേ കേരളം നശിച്ചേനെ. സമ്പന്നനും പാവപ്പെട്ടവനും ഒന്നാണ്. എല്ലാവർക്കും ഒരേ അവസരം, ഒരേ നിലവാരം, എല്ലാവർക്കും തുല്യ അവകാശം. അതാണ് കമ്മ്യൂണിസ്റ്റ് കൊണ്ടുവന്ന ആശയം. എല്ലാ മനുഷ്യരും ഒന്ന്, അവിടെ വർഗീയത വേണ്ട എന്ന് നമ്മളെ പഠിപ്പിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ്. അതെ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം നേടിത്തന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം നേടിത്തന്ന പാർട്ടി, അതാണ് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതേപോലെ വളരെ ധാർഷ്ട്യത്തോട് സംസാരിക്കാൻ എൻ്റെ നാവിനെ പഠിപ്പിച്ച പാർട്ടി, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം LDF തോറ്റ് UDF ഭരണത്തിൽ വന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് മെസ്സേജ് ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നിൻ്റെ സോഷ്യൽ മീഡിയയിലെല്ലാം നീ വീഡിയോസ് ഇറക്കി, ഇപ്പോൾ നിൻ്റെ പാർട്ടി തോറ്റിരിക്കുന്നു, നീ വീഡിയോ ഇറക്കാതിരുന്നെങ്കിൽ UDF ആണ് നിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞ് നിനക്ക് അഭിമാനിക്കായിരുന്നു, ഒന്നുമില്ലെങ്കിലും നാണക്കേടിൽ നിന്ന് ഒഴിവാകാമായിരുന്നു എന്ന്. പ്രിയ സുഹൃത്തെ, ഞാനൊന്ന് പറയട്ടെ, അമ്മ ഒന്ന് അടിച്ചു എന്ന് പറഞ്ഞ് അമ്മേനെ മറക്കുന്നവരല്ല നമ്മൾ, അല്ലേ? അതേപോലെയാണ് നമ്മുടെ പാർട്ടി തോറ്റെന്ന് പറഞ്ഞ് നമ്മുടെ പാർട്ടിയെ പുറന്തള്ളുന്ന നിങ്ങളെപ്പോലുള്ള മനുഷ്യരല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. മരിച്ചാലും ജീവിച്ചാലും അത് ആ പാർട്ടിയോടുള്ള കൂറ് കാണിച്ചായിരിക്കും. തോറ്റാലും ഇനി അങ്ങോട്ട് ഭരണത്തിൽ വന്നില്ലെങ്കിൽ പോലും ഞങ്ങളുടെ പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് തന്നെയായിരിക്കും. കമ്മ്യൂണിസ്റ്റിൻ്റെ ഐഡിയോളജിയിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഭരണത്തിൽ വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളെ പേടിച്ച് ചിലരൊക്കെ ഉണ്ടാകും. അവർ പേടിക്കാൻ വേണ്ടി ഞങ്ങൾ എന്നും നിലകൊള്ളുകയും ചെയ്യും. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ലാൽ സലാം.